ആസിഫ് അലിയുടെ സമീപകാല ചിത്രങ്ങളായ കിഷ്കിന്ധാ കാണ്ഡം, രേഖാചിത്രം, സർക്കീട്ട് എന്നിവയ്ക്ക് ശേഷം തിയേറ്ററുകളിലെത്തിയ പുതിയ ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി. ഓരോ ജീവിതത്തിലും സംഭവിക്കുന്ന ഒട്ടേറെ അനുഭവങ്ങളും കഥകളും സിനിമാ രൂപത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിലാണ് സിനിമയുടെ വിജയം. ഈ കാഴ്ചപ്പാടിൽ ഒരു ശരാശരി മലയാളിയോട് ചേർന്നു നിൽക്കുന്ന ഒരു ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി. നൈസാം സലാം നിർമ്മിച്ച് സേതുനാഥ് പത്മകുമാർ സംവിധാനം ചെയ്ത ചിത്രമാണിത്. കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നതും സേതുനാഥ് പത്മകുമാർ തന്നെയാണ്. പറയാൻ ഉദ്ദേശിക്കുന്ന പ്രമേയത്തോട് നീതി പുലർത്തുന്ന തിരക്കഥയാണ് ചിത്രത്തിന്റെ പ്രധാന ശക്തികളിലൊന്ന്. ഇത് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ സഹായിക്കുന്നുണ്ട്. തിരക്കഥയെ വെള്ളിത്തിരയിൽ മികച്ച രീതിയിൽ എത്തിക്കുന്നതിൽ സംവിധായകൻ സേതുനാഥിനും വിജയിക്കാനായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് സിനിമകളിലായി ആസിഫ് അലി വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങളും അഭിനയ ശൈലിയുമാണ് കാഴ്ചവെക്കുന്നത്. റോഷാക്കിൽ ആരംഭിച്ച ഈ വ്യത്യസ്തത ആഭ്യന്തര കുറ്റവാളിയിലും അദ്ദേഹത്തിന് നിലനിർത്താൻ സാധിച്ചു. ഒരു താരമെന്ന ഇമേജിന് അപ്പുറം കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാനും പ്രേക്ഷകൻ തങ്ങളുടെ വീട്ടിലോ കുടുംബത്തിലോ ഉള്ള ഒരാളാണെന്ന് തോന്നലുണ്ടാക്കാനും ആസിഫ് അലിക്ക് നന്നായി കഴിയുന്നുണ്ട്. ഈ ചിത്രത്തിലെ സഹദേവൻ എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരുടെ ഈ തോന്നലിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ ആസിഫ് അലിയും സേതുനാഥ് പത്മകുമാറും വിജയിക്കുന്നുണ്ട്. സിനിമയിൽ ആസിഫ് അലിയെപ്പോലെ എടുത്തുപറയേണ്ടുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഹരിശ്രീ അശോകന്റെ മക്കാരിക്കയും സിദ്ധാർത്ഥ് ഭരതന്റെ പീറ്ററും. കുടുംബ കോടതിയുടെ 4 ചുവരുകൾക്കുള്ളിൽ കുടുങ്ങിപ്പോകുന്ന ചില ജീവിതങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ അവതരിപ്പിക്കുമ്പോൾ മക്കാരിക്കയും പീറ്ററും പ്രേക്ഷകന്റെ വേദനകളും ഒപ്പം ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു. കുടുംബ പ്രേക്ഷകർക്ക് 2 മണിക്കൂർ കണ്ടിരിക്കാൻ കഴിയുന്ന ഒരു നല്ല ചിത്രം നൽകുന്നതിനൊപ്പം സമൂഹത്തിൽ ചർച്ചചെയ്യപ്പെടേണ്ട ഒരു വിഷയം മുന്നോട്ട് വെക്കാനും സംവിധായകനും മറ്റു പിന്നണി പ്രവർത്തകർക്കും സാധിച്ചു. ഇത് തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന വിജയം. ഓരോ മലയാളിയും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി.